ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇത് നല്ല സ്പൈസി ചിക്കൻ ഫ്രൈ ആണ്. അതിന് വേണ്ടി ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 550 ഗ്രാം വരുന്ന ബോൺലെസ് ചിക്കൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് മസാല ചേർക്കാം. ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നല്ല കളർ കിട്ടും അപ്പോൾ ചിക്കൻ ഫ്രൈക്ക്. അതിനുവേണ്ടി കാശ്മീരി ചില്ലി പൗഡർ ചേർത്തേക്കുന്നത്. ഇനി ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇതിനധികം എരിവില്ലാത്തതുകൊണ്ട് നമ്മൾ 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും ചേർക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പെരിഞ്ജീരകപ്പൊടി ചേർക്കാം. അതും 1 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഗരം മസാല ചേർക്കാം. അതും 1 ടീസ്പൂൺ. ഇവിടെ ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. അതൊരു 1.5 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട് ഞാനിവിടെ. പിന്നെ നല്ലൊരു കോട്ടിംഗ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു കോൺഫ്ലവർ പൗഡർ ചേർക്കുന്നുണ്ട്. അതൊരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിടാം. ഞാനൊരു 1/2 ടീസ്പൂണോളം ഏകദേശം ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ അകത്ത് അരമുറി നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു കുറഞ്ഞത് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമ്മളിത് ഒന്ന് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്താൽ വെക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനാവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് ചേർക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് മസാല വരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഓരോന്നോരോന്നായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. അങ്ങനെ ആകുമ്പം ചിക്കൻ വറുത്തെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണം കിട്ടും ചിക്കന്. നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം മാത്രമേ ചിക്കൻ തിരിച്ചിടാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള കോട്ടിങ് മുഴുവനും ഇളകിപ്പോകും. അതുകൊണ്ട് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം മാത്രമേ തിരിച്ചിടാവുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നല്ല റെഡിഷ് കളറായിട്ടാണ് നമ്മുടെ മസാല ഇരിക്കുന്നത്. അതുപോലെ തന്നെ മസാലയൊന്നും ഇതിൻ്റെ അകത്തൊന്നും ഇളകി പോയിട്ടുമില്ല. ചിക്കൻ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഇത് കോരി മാറ്റി വെക്കുകയാണ്. ഇവിടെ 2 ട്രിപ്പായിട്ടാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിൽ കാണാമല്ലോ, അധികം മസാലയൊന്നും എണ്ണയിലൊന്നും പോയിട്ടില്ല. നന്നായിട്ട് ചിക്കൻ പിടിച്ചിട്ടുണ്ടായിരുന്നു മസാലയെല്ലാം. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനിടുക. ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ ട്രിപ്പും ഞാൻ എല്ലാം കോരിയെടുത്ത് മാറ്റി വെക്കുകയാണ്. നിങ്ങളിതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.